ഹരേ കൃഷ്ണ. നമ്മൾ ആലോചിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, എന്തിനാണ് മഹാഭാരതം എഴുതിയിരിക്കുന്നത്? അത് നമുക്ക് പഠിക്കാനാണോ, നമ്മുടെ അടുത്ത തലമുറയെ പഠിപ്പിക്കാനാണോ, അതല്ല മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിനാണോ? നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യം കൂടിയുണ്ട്. മഹാഭാരതം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ടാവാം. മഹാഭാരതം നന്മകൾ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പ്രചരിക്കുന്നുണ്ടാവാം. പക്ഷെ മഹാഭാരതം എഴുതിയിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, എനിക്ക് പറയാൻ അറിയുന്ന മറുപടി അത് മഹാബലിയെ വധിക്കാൻ, മഹാബലിയുടെ നന്മകളെ ഇല്ലാതാക്കാൻ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കാളും ഉയർന്ന രീതിയിൽ കാഴ്ചപ്പാടുകൾ തങ്ങൾക്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ, ബൗദ്ധിക തലത്തിൽ തങ്ങൾക്കുള്ള അറിവ് വലുതാണ് എന്ന് വരുത്തി തീർക്കാൻ സങ്കീർണമായ വാക്കുകൾ ഉപയോഗിച്ച് മറ്റൊരു ഭാഷയിൽ എഴുതി അതിനെ ദൈവത്തിനേക്കാളും വലുതാണ് അല്ലെങ്കിൽ ദൈവതുല്യമാണ് എന്ന് വരുത്തി അതിലേക്ക് വിശ്വാസങ്ങളെ എത്തിച്ച് മഹാബലിയെ വധിക്കുന്നതിനുള്ള ന്യായീകരണങ്ങൾ നിരത്താൻ ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകൾ മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നന്മകൾ എന്ന് നമ്മൾ പറയുന്നതെല്ലാം മഹാബലി നന്മകളാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ വസ്തുത നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് നന്മകൾ എന്ന് പറഞ്ഞാൽ എല്ലാം മഹാബലി നന്മകളാണ് എന്ന് പറയുന്നതും, അതിനെതിരെ മഹാഭാരതത്തിൽ എന്ത് എഴുതി വച്ചിരിക്കുന്നു എന്ന് എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. നമ്മൾ പാടി നടക്കുന്ന മഹാബലിയുടെ നന്മകളിൽ പ്രധാനപ്പെട്ടതാണ് മാനുഷരെല്ലാവരും ഒന്നുപോലെ. മഹാബലി നാടുവാണിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. എന്താണ് ഭഗവത്ഗീതയിൽ എഴുതി വെച്ചത്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. മനുഷ്യരെ വേർതിരിച്ചിരിക്കുന്നു. ആര് വേർതിരിച്ചു? കൃഷ്ണൻ വേർതിരിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് കൃഷ്ണൻ എന്ന പദം ഉപയോഗിച്ചു? മഹാബലിയുടെ വിശ്വാസ കേന്ദ്രം കൃഷ്ണനായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിലൊരു സത്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധിക്കുള്ളൂ, നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കൃഷ്ണനെ വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് ഈ എഴുതിയതിൽ കൃഷ്ണനെ എന്തുകൊണ്ട് പ്രതി ചേർത്തു എന്ന് മനസ്സിലാവുന്നത്. മഹാബലിയുടെ വിശ്വാസ കേന്ദ്രമായിരുന്നു കൃഷ്ണൻ. ആ കൃഷ്ണൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നെഴുതിയിട്ട് വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനെ മഹാബലി വിശ്വസിക്കുന്ന പോലെ തന്നെ വിഷ്ണുവിൻ്റെ അവതാരമാണ് വാമനൻ, വാമനനെയും വിശ്വസിക്കാം എന്ന് മഹാബലിയെ വിശ്വസിപ്പിക്കാൻ അവർ ശ്രമിച്ചു, അവർക്ക് സാധിച്ചു. ഇത് മഹാബലിയെ വിശ്വസിപ്പിക്കൽ മാത്രമല്ല, അവിടുത്തെ ജനതയെയും വിശ്വസിപ്പിക്കണമായിരുന്നു. ഇല്ലെങ്കിൽ മഹാബലിക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ ജനരോഷം ഉയരാൻ കാരണമാവുകയും അങ്ങനെ ആര്യവംശത്തിൻ്റെ പദ്ധതികൾ പാളിപ്പോകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. അതൊഴിവാക്കാനാണ് കൃഷ്ണൻ എന്ന വിശ്വാസത്തെ തന്നെ മുറുകെ പിടിച്ച് കൃഷ്ണനാണിതെല്ലാം ചെയ്തത് എന്ന രീതിയിൽ വരുത്തി തീർത്തത്. മഹാബലിയുടെ വിശ്വാസ കേന്ദ്രം കൃഷ്ണനായിരുന്നു. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നെഴുതിയത് കൃഷ്ണൻ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, കൃഷ്ണനോടുള്ള വിശ്വാസം കൃഷ്ണനെ തിരിച്ചറിയുന്ന രീതിയിലാണ് 4 തരത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട് എന്ന് കൃഷ്ണൻ പറഞ്ഞതായി ഭഗവത്ഗീതയിൽ എഴുതിയിരിക്കുന്നത്. കൃഷ്ണനോടുള്ള വിശ്വാസം കൃഷ്ണന് മാത്രം അറിയുന്നതാണ്. അതെന്തിന് ജനങ്ങളോട് പറയണം? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിനുശേഷം ഈ ചാതുർവർണ്ണ്യം ജനങ്ങൾക്കിടയിൽ പ്രാബല്യത്തിൽ വന്നു. ആരാണ് അത് നിശ്ചയിച്ചത്? ബ്രാഹ്മണൻ. കൃഷ്ണനെ പറ്റിയുള്ള
അവകാശം ബ്രാഹ്മണന് സ്വന്തമാക്കി കിട്ടുകയും ദൈവം എന്നത് അവർ പറഞ്ഞതാണ് എന്ന രീതിയിൽ അവർ വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഒപ്പം കൃഷ്ണൻ മാത്രമല്ല ദൈവമെന്നും ഒരു പിടി ദൈവങ്ങൾ ഇവിടെയുണ്ടെന്നും പറയാൻ അവർ വ്യക്തമായി അതിൽ സ്ഥലം കണ്ടെത്തി. അല്ലാതെ കൃഷ്ണനെ പറ്റി പറയുക മാത്രമല്ല അവർ ചെയ്തത്. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ഇവിടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവങ്ങളെ അവർ സൃഷ്ടിച്ചു കൊടുത്തു. അങ്ങനെ ഏക ദൈവവിശ്വാസം എന്ന മലയാളിയുടെ ഏറ്റവും വലിയ കഴിവിൽ നിന്നും അവർ ആ ചിന്തകളെ മാറ്റിയെടുത്തു. അതിനുശേഷവും അവർ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അവർ പറഞ്ഞു സാത്വിക, താമസ, രാജസ ലക്ഷണങ്ങൾ. എന്തിനാണിത് പറഞ്ഞത്? വീണ്ടും ജനങ്ങളെ വേർതിരിക്കാൻ. അവരെ കണ്ടാൽ തന്നെ അവർ ഈശ്വരന്റെ വക്താക്കളാണെന്ന് നിങ്ങൾ വിലയിരുത്തിക്കൊള്ളൂ എന്ന് അവർ സ്വയം എഴുതി വച്ചു. അതാണ് ലക്ഷണശാസ്ത്രം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. പിന്നീട് ലക്ഷണശാസ്ത്രങ്ങൾ ഇവിടെ വളരാൻ ഇത്തരം കാര്യങ്ങൾ കാരണമായി. അങ്ങനെ ജനങ്ങളെ വേർതിരിക്കാൻ ഇത്തരം വാക്കുകൾ വളരെയധികം കാരണമായി. കാരണം അത് ഉദ്ദേശിച്ചത് തന്നെ ജനങ്ങളെ വേർതിരിക്കുക എന്നുള്ളതാണ്. ആര്യവംശത്തിൻ്റെ വ്യക്തികളെ കണ്ടാൽ അവർ ദൈവത്തിൻ്റെ വക്താക്കളാണെന്ന് നമ്മൾ പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം എന്നതിൽ ഉദ്ദേശമുണ്ടായിരുന്നു. എന്തിനാണ് ആ ഉദ്ദേശം? അവർ പിന്നീട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ കയ്യിലെ പൂവോ കല്ലോ എന്തു തന്നെയായാലും നിങ്ങൾ മനസ്സറിഞ്ഞു തന്നാൽ ഞാൻ നിന്നിൽ സംപ്രീതനായിക്കൊള്ളാം. നമുക്കറിയാം, നമ്മൾ എന്ത് നിവേദിച്ചാലും എടുക്കാത്ത ദൈവമല്ല സംപ്രീതനായി അത് സ്വീകരിക്കുന്നത്. ദൈവത്തിനെ വച്ച് വില പറയുന്ന ഈ പൂജാരികളാണ്. അപ്പോൾ അവർക്ക് സാധാരണക്കാരൻ്റെ പണം കയ്യിലേക്ക് എത്താൻ ഈ വാക്കുകൾ, ഭഗവത്ഗീതയിലെ ഈ വാക്കുകൾ, കൈക്കൂലി വാങ്ങി സംപ്രീതനാവും ദൈവം എന്ന് അവർ പറയുന്നു. എന്തുകൊണ്ട് അവർ പറയുന്നത് ജനം വിശ്വസിച്ചു? അവരാണ് ദൈവത്തിൻ്റെ വക്താക്കളെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ അവർ ഇതെല്ലാം എഴുതി വെച്ചു. മഹാബലിയുടെ കാലത്ത് ഒരു കാരണവശാലും ദൈവത്തിന് സംഭാവനകളോ പണമോ നൽകരുത്. എങ്കിൽ മാത്രമേ ജനത്തിന് ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ, മറ്റുള്ളവരെ കാണിക്കേണ്ടതില്ല, ജീവിക്കുന്നതിലാണ് നിങ്ങളുടെ മനസ്സാണ് ദൈവം തിരിച്ചറിയുക എന്ന വ്യക്തമായ ആശയത്തെ തകർക്കാൻ നിങ്ങൾ സംഭാവന നൽകി ഞങ്ങളെ സംതൃപ്തിപ്പെടുത്തുമ്പോഴാണ് ദൈവം നിങ്ങളിൽ സംപ്രീതരാകുന്നതെന്ന് ഞങ്ങളാണ് പറയുന്നത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അവർ ഇക്കാലമത്രയും നമ്മെ പറ്റിച്ചു. ആര്യവംശമാണ് ഈ ചതിയെല്ലാം ദ്രാവിഡ വംശത്തോട് ചെയ്തത്. ഇത് തിരിച്ചറിയാതെ പോയാൽ നമ്മുടെ തലമുറ, അടുത്ത തലമുറ ഒരു കാലത്ത് അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും. അവർ ചോദിക്കും, നിങ്ങൾ എന്തിന് ഈ അനുസരണ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടു നടന്നു എന്ന്. കാരണം രാമായണമാണ്. അനുസരണയെ ഉത്തമ പുരുഷന്റെ ലക്ഷണമാക്കി കൊണ്ടു നടന്നു രാമായണം. താടകയെ വധിക്കൂ രാമ എന്ന് പറയുമ്പോൾ ഈ താടക എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ വിശ്വാമിത്ര എന്ന് ചോദിക്കാൻ രാമന് കഴിഞ്ഞില്ല. ആ രാമനെ അനുസരണയുടെ ഉത്തമ പുരുഷനാക്കി. അവർ പറയുന്നവരെ കൊല്ലും. ആരെ കൊല്ലണം എന്ന് പറയുന്നു? ദ്രാവിഡ വംശത്തിന്റെ പ്രതിനിധികളെ. ഇവരുടെ പൂജ എന്ന വ്യവസായം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ഇവർക്ക് ദ്രാവിഡ വംശത്തിനെ അവസാനിപ്പിക്കണമായിരുന്നു. അതായിരുന്നു അവരുടെ അജണ്ട. അത് നടപ്പിലാക്കാൻ ആര് സഹായിച്ചു? സൂര്യവംശം സഹായിച്ചു. ആർക്ക്? ആര്യവംശത്തിന്. ഇത്തരം ചതികളുടെയും പറ്റിക്കലുകളുടെയും കഥകൾ മാത്രമാണ് ഇതിഹാസം എന്ന രീതിയിൽ പ്രചരിക്കുന്നത്. ഇതിനെ എതിർക്കാൻ തീർച്ചയായും ഒരു യുവജനത ഇവിടെ ഉദയം കൊള്ളും. അവർക്ക് മുമ്പിൽ മലയാളിക്ക് ഉത്തരമില്ലാതാകും. മലയാളിയുടെ നന്മയെയാണല്ലേ നശിപ്പിച്ചത് എന്ന ചോദ്യത്തിന് മലയാളിയുടെ പാരമ്പര്യവാദികൾക്ക് ഉത്തരമുണ്ടാവില്ല. അവർ ശ്രദ്ധിച്ചേ പറ്റൂ. അവർ ഈ തെറ്റുകളെ എതിർത്തേ പറ്റൂ. അതിന് അവർ മഹാബലി നന്മകളെ കൂടുതലായി വിശ്വസിക്കണം. സ്വയം അവതാരം എന്ന് എഴുതി വെച്ചു. ആര്? വ്യാസൻ. വ്യാസൻ എഴുതിയ പുസ്തകത്തിൽ വ്യാസൻ തന്നെ അവതാരം. ഇത്
പറ്റിക്കലാണെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരനായിരുന്ന വ്യക്തികൾക്ക് അന്ന് സാധിച്ചില്ല. മഹാബലിയുടെ നന്മകൾക്ക് മുഴുവനെതിരാണ് ഭഗവത്ഗീതയിലെ തത്വസംഹിതകൾ എന്ന് മനസ്സിലാക്കാൻ അന്നത്തെ വ്യക്തികൾക്ക് സാധിച്ചില്ല. മനസ്സിലാക്കുന്നവർ ഇനിയെങ്കിലും അതിനെ വ്യക്തമായിട്ട് എതിർക്കാൻ, അല്ലെങ്കിൽ മലയാളി നന്മകൾ ലോകത്തിലേക്ക് വളർന്നത്, ലോകത്തിൻ്റെ നന്മകൾ മലയാളത്തിൽ നിന്നും വളർന്നത് മഹാബലിയിൽ നിന്നായിരുന്നു എന്നും വ്യക്തമായിട്ട് പറയാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. മഹാബലി എന്നത് ലോകത്തിൽ ആദ്യമായി നന്മകളുടെ പേരിൽ വധിക്കപ്പെട്ട ഭരണാധികാരിയാണ്. നന്മകളുടെ പേരിൽ ഇത്രമാത്രം നശിപ്പിക്കപ്പെട്ട ഒരു സമൂഹം മലയാളി സമൂഹം പോലെ വേറൊന്നില്ല. മലയാളി സമൂഹത്തിൻ്റെ നന്മകളെ ഇല്ലാതാക്കാൻ, മലയാളി ലോകം ഭരിക്കുന്നത് അവസാനിപ്പിക്കാൻ ഒരു അജണ്ട, ലോകം മുഴുവൻ നശിപ്പിച്ച ആര്യവംശം, അവരെക്കാളും വലുതായ ഒരു വംശം ഇവിടെ ഉണ്ടാകരുത് എന്ന അജണ്ട നടപ്പിലാക്കിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ ശക്തമായ ഒരു സംസ്കാരമാണ്. അതിഥി ദേവോ ഭവ എന്നവർ എഴുതി വച്ചപ്പോൾ, മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നവർ കൂട്ടിച്ചേർത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊച്ചു കുഞ്ഞുങ്ങളോടല്ല ഇത് പറയേണ്ടത് എന്നാണ്. അതിഥി ദേവോ ഭവ എന്നവർ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നവർ ചേർത്ത് വെച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു അത് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവതുല്യം കാണണം, അതാണ് യഥാർത്ഥ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ കരുതി. സത്യമതല്ല. അവരെ ദൈവമായി കാണാൻ അവർ എഴുതി വെച്ച ചില സൂത്രപ്പണികൾ മാത്രമായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു കുട്ടിക്ക് ദൈവത്തെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ അവനെ പഠിപ്പിക്കാനിരിക്കുന്ന ഗുരുവിന് ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ദൈവത്തെ പോലെ നീ എന്നെ കരുതണമെന്ന് ഗുരു പറയുന്നതിൻ്റെ ആ വ്യാപ്തിയും കുട്ടി അത് മനസ്സിലാക്കുന്നതിൻ്റെ വ്യാപ്തിയും രണ്ടാണ്. പിന്നെ എന്തിനാണ് ഗുരു കുട്ടിയോട് അങ്ങനെ പറഞ്ഞത്? കുട്ടിയുടെ അനുസരണ പൂർണ്ണമായി ഗുരുവിന് ലഭ്യമാക്കാൻ, ഗുരുവിൻ്റെ തെറ്റുകളെ കുട്ടി ചോദ്യം ചെയ്യാതിരിക്കാൻ. യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? മാതാവും പിതാവും ഗുരുവും അതിഥിയും മറ്റുള്ളവർക്ക് ദൈവമായി ഭവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അതിഥി 1498 ഇന്ത്യയിൽ വന്നിറങ്ങിയിട്ട് തിരിച്ചു പോയതെന്ന് 1947. അതിനുള്ളിൽ എന്തു സംഭവിച്ചു? ഇന്ത്യയെ മുച്ചൂടും നശിപ്പിച്ചു. അതിഥി ദേവോ ഭവ എന്ന ആപ്തവാക്യമായിരുന്നു അതിൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് തികച്ചും തെറ്റായി ഭവിച്ചത്. ആ അതിഥിയെ വിലയിരുത്താൻ അവൻ ദൈവമാണോ എന്ന് അവൻ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഇത്തരം ഒരു അപച്യുതി സംഭവിക്കില്ലായിരുന്നു. വരുന്നവനാണ് ദൈവമായി ഭവിക്കേണ്ടത്. മാതാവും പിതാവും ഗുരുവുമാണ് ദൈവമായി ഭവിക്കേണ്ടത്. അല്ലാതെ ശിഷ്യൻ അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തി അതിഥി വന്ന നേരം മുതൽ വീട്ടിലുള്ളത് മുഴുവൻ എടുത്തുകൊടുത്ത് അതിഥിയെ സന്തോഷിപ്പിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് പറയാൻ മലയാളിക്ക് അന്നേ സാധിച്ചിരുന്നെങ്കിൽ ഇത്തരം തെറ്റുകൾ ഇവിടെ സംഭവിക്കില്ലായിരുന്നു. കാരണം അവരെഴുതി വച്ചിരിക്കുന്നതെല്ലാം മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ളതാണ്, ഛിന്ന ഭിന്നമാക്കാനുള്ളതാണ്. ബ്രിട്ടീഷുകാരല്ല ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആശയം കൊണ്ടുവന്നത്, ഇതെഴുതി വെച്ചവരാണ്. അവർ ചെയ്തത് മുഴുവൻ ഇത്തരം ദ്രോഹങ്ങളായിരുന്നു. അത് തിരിച്ചറിയാൻ ഇനിയെങ്കിലും മലയാളി ജനത അതിന് മടി കാണിക്കാതെ അതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ ശ്രമിക്കൂ. അപ്പം മനസ്സിലാകും ഇതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഈ തെറ്റുകളാണ് നമ്മെ കൃത്യമായി നമ്മുടെ നാശത്തിന് കാരണമായത്. അല്ലാതെ ഒരു ജനതയും നമ്മളെക്കാളും മുകളിലല്ല. വിശ്വാസങ്ങളെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, അത് കൃത്യമായാൽ, അത് സത്യമാണെങ്കിൽ, ചിലർ പറയുന്നുണ്ട് എല്ലാ വിശ്വാസവും അന്ധവിശ്വാസങ്ങളാണ്. തെറ്റാണ്. വിശ്വാസങ്ങളിൽ അന്ധവിശ്വാസം ഉണ്ടാകാം, പക്ഷെ എല്ലാ വിശ്വാസവും അന്ധവിശ്വാസങ്ങളല്ല. നമ്മളെ നയിക്കപ്പെടുന്നു എന്ന വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. നമ്മൾ ചിലതിനെ നയിക്കുന്നു എന്നുള്ളതല്ല. അതാണ് യഥാർത്ഥ വിശ്വാസം. അത് മനസ്സിലാക്കിയാൽ കൃത്യമായ വഴികൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. നമുക്കതിലൂടെ സഞ്ചരിക്കാം. നമുക്ക് ആ ജീവിതം എന്ന സത്യം ആസ്വദിക്കാം. നമ്മുടെ കുട്ടികൾക്ക് യഥാർത്ഥത്തിലുള്ള ജീവിത
ദർശനങ്ങൾ നൽകാൻ സാധിക്കും, ധൈര്യപൂർവമായ ജീവിതം നൽകാൻ സാധിക്കും. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ഗുരുദേവോ ഭവ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളിലേക്ക് അതെത്തുന്നത് സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന ചില ചങ്ങലക്കെട്ടുകളായിട്ടാണ്. തിരിച്ചു പറഞ്ഞു നോക്കൂ, അത് കുട്ടികളെ പഠിപ്പിക്കുന്നവരുടെ സ്വാതന്ത്ര്യത്തെയാണ് ബാധിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് സംഭവിക്കേണ്ടിയിരുന്നത്. അപ്പൊ സത്യം എന്താണ്? നമ്മൾ ഈ തരം വാക്കുകളെ എതിർത്ത് സഞ്ചരിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൻ്റെ നല്ല ഉദ്ദേശ്യങ്ങൾ, നല്ല വഴികൾ, തെളിച്ചമുള്ള പാതകൾ ദൃശ്യമാകൂ എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ അതാണ് യഥാർത്ഥ വിശ്വാസം. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാകുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാബലി നന്മകളാണ് യഥാർത്ഥ വിശ്വാസം. അതിനെ എതിർത്ത, അതിനെ തകർത്ത ആര്യവംശത്തിൻ്റെ വാക്കുകളാണ് ലോകം മുഴുവൻ അന്ധവിശ്വാസമായി പടർന്നു കയറിയിരിക്കുന്നത്. അതിനെ ഇനിയെങ്കിലും മലയാളി തകർത്തെറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ, മനസ്സുകൊണ്ട് അതിനെതിരെ ചലിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ അന്ധവിശ്വാസം ഓരോരുത്തരെയും വീണ്ടും വീണ്ടും വിഴുങ്ങിക്കൊണ്ടിരിക്കും. അതിനെതിരെ തീർച്ചയായും ഒരു ജനത ഉയർന്നു വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്തരം ജനതകൾ തന്നെയായിരിക്കും, അത്തരം ശരിയായ വിശ്വാസത്തിൻ്റെ വെളിച്ചം തന്നെയായിരിക്കും ഈ ലോകത്ത് ഇനി പരക്കാൻ പോകുന്നത്. അത് ഉദ്ദേശ്യം കൃഷ്ണന്റെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് കൃഷ്ണ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാൻ എനിക്ക് സാധിക്കുന്നത്, അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ പരമ്പരകളുടെ കഴിവ് കൊണ്ടോ അല്ല. ഇത് നിയോഗം മാത്രമാണ്, എൻ്റെ കഴിവുകളേ അല്ല. നമ്മൾ കണ്ടെത്തുന്നതല്ല, നമ്മിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിനാൽ മഹാബലി നന്മകളെ കൂടുതലായി വിശ്വസിക്കാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും വിശ്വാസത്തിൻ്റെ സത്യസന്ധമായ രീതികൾ എത്തിച്ചേരും. അത് അവർക്ക് കൂടുതൽ ജീവിത വെളിച്ചം നൽകും, ജീവിതം ആസ്വദിക്കാൻ അവരെ പ്രാപ്തരാക്കും. ഹരേ കൃഷ്ണ.